കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട നമ്മുടെ കുടുംബാംഗങ്ങളുണ്ടല്ലോ, നമ്മുടെ ഉൾഗ്രാമത്തിലുള്ള കുടുംബാംഗങ്ങൾ, അവരോട് എല്ലാവരോടും ഞാൻ ഇന്ന് യാത്ര പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് തിരിക്കാൻ കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഹരിയാന ബോർഡർ. ഹരിയാനയിൽ നമ്മൾ ആകെ 100 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഗ്രാമത്തിലുള്ള എല്ലാവരോടും ഞാൻ ചെന്ന് യാത്ര പറഞ്ഞ് അവരുടെ അനുഗ്രഹവും വാങ്ങി നമ്മൾ കേരള ടു കാശ്മീർ യാത്ര വീണ്ടും ആരംഭിക്കാൻ കേട്ടോ. നമ്മുടെ ലക്ഷ്യം നമ്മൾ ഹരിയാന കഴിഞ്ഞ് പഞ്ചാബിൽ എത്തണം കേട്ടോ. പഞ്ചാബിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുരുദ്വാരകളുണ്ട്, അതും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ നമ്മുടെ ഇതിൽ വരുന്നത് കേട്ടോ. എന്തായാലും നോക്കി നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കേട്ടോ. ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളി കേട്ടോ. ഇനി നിങ്ങൾ പറയരുത് വില്ലേജ് ഉള്ളേരിയ വില്ലേജ് കാട്ടാൻ വേണ്ടിയിട്ടോ. ഇതിനും വലിയ വില്ലേജ് ഇനിയില്ല, ഇനി പുതിയ വില്ലേജ് ഉണ്ടാക്കിയിട്ട് വേണം കേട്ടോ അവർക്ക്. എനിക്ക് പറ്റാവുന്നിടത്തോളം മാക്സിമം കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഒന്ന് ലൈക്കിലൂടെയും ഷെയറിലൂടെയും അറിയിച്ചാൽ എനിക്കത് ഉപകാരമായിരിക്കും. തുടർന്നുള്ള യാത്രയിൽ യൂട്യൂബ് എന്നെ സഹായിക്കും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. സോ ഇതൊന്നും കാറിലും ബസ്സിലൊന്നും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഓൺലി ബിക്കോസ് ഐ എം ട്രാവലിംഗ് ഓൺ സൈക്കിൾ. ഗൈസ് പണി പാളിയതുകൊണ്ട് കേട്ടോ. ഞാൻ കുറച്ച് മുട്ട പുഴുകാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ സ്റ്റൗ കാണാനില്ല. അപ്പോൾ ഞാനിവിടെ നയാരയുടെ പമ്പിൽ വന്നിട്ട് ചട്ടി മുട്ടയൊന്ന് പുഴുങ്ങി തരുമെന്ന് ചോദിച്ചിട്ടാ. അവരെന്നെ ആട്ടി ചെറുതായിട്ട്. എന്നിട്ട് പറഞ്ഞ് പെട്രോൾ പമ്പിൻ്റെ ഇവിടെ പറ്റില്ല, പുറത്തേക്ക് പോക്കോ, അവരോട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ടാ. എന്നിട്ട് എന്നെ ഇവിടെ പിടിച്ചിരുത്തി ഇവിടെ വന്നിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ ഇതായിരുന്നു. ഇവിടെ മുട്ടയും മീറ്റൊന്നും കിട്ടില്ല കേട്ടോ. എനിക്ക് ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ട് ആകെ കൂടി ഒരു സ്ഥലത്ത് മാത്രം മുട്ട ഞാൻ കണ്ടപ്പോൾ വാങ്ങി വെച്ചാട്ടോ. എൻ്റെ അടുത്ത സ്റ്റൗ ആണെങ്കിൽ കാണാനുമില്ല, ആ തുണികളുടെ അടിയിലാണെന്നുണ്ട്. അവരെന്നെ ഓടിപ്പിച്ചില്ല എന്നുള്ള കേട്ടോ. എൻ്റെ പെണ്ണ് എന്നോട് ഇവിടെ വന്നിരിക്കുക പറഞ്ഞ എൻ്റെ അടുത്ത്. അടിപൊളി. ഇവിടെ എന്താ സാധനം ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ സാധനം വലിക്കണത്. ഓരോരോ വള്ളികൾ ഇങ്ങനെ പിടിച്ചു വരുന്നത് എന്താ അസുഖം. 10 മിനിറ്റ് കഴിച്ചാൽ മതിയായിരിക്കും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കി നോക്കാം അവരത് കൊണ്ട് കളഞ്ഞെന്നുള്ളത് ഉണ്ടാ. കേസ് നമുക്ക് ഇവിടെ നിന്ന് വേഗം പോവാട്ടോ. എന്തോ ഒരു വൃത്തികെട്ട സാധനം എന്ന രീതിയിലാണ് അവർ അതിനെ ട്രീറ്റ് ചെയ്യണത്. മുട്ട ചെയ്തേണ്ടാ അന്തരാവുക. ഓക്കെ ടീക്ക്. മുട്ടേനേട്ടാ, ഇതാണ് മുട്ട പിഴിഞ്ഞത്. ठीक है, इधर डालेंगे इधर हाथ से निकाले तो ही ठंडा कर दिया. हाँ ओके ठीक है ठीक है. താങ്ക് യു. ആ हम जा रहे हैं. താങ്ക് യു. ठीक. വേഗം പോവാട്ടോ, കണ്ടം വഴി ഓടിക്കോ. മുട്ട പുഴുങ്ങാൻ കണ്ട സ്ഥലം ഞാനിങ്ങനെ ചില സമയത്ത് ടീക്ക് പോയി 5-6 ഓടിക്കോ. നിങ്ങളാരും ഈ പരിപാടി ചെയ്യരുത് കേട്ടോ. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ. നമ്മളിനി കുറച്ച് ഇതുണി കഴിഞ്ഞാൽ ഹരിയാന കയറും. ഹരിയാന കയറി കഴിഞ്ഞാൽ നാളെ രാത്രിയോട് കൂടി പഞ്ചാബും കയറും കേട്ടോ. കാരണം ചെറിയൊരു ഭാഗം കൂടി ടച്ച് ചെയ്യണുള്ളൂ. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ജലന്ധർ എന്ന് പറഞ്ഞാൽ ജമ്മുവിലേക്ക് തിരിയേണ്ട ഭാഗത്തേക്ക് 300 കിലോമീറ്റർ ഉള്ളൂ. ജലന്ധർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. സോ ഹരിയാനയും പഞ്ചാബും നമ്മൾ വേഗം കവർ ചെയ്യും കേട്ടോ. തൽക്കാലം ഇവിടെ നിന്നൊക്കെ വേഗം പോവാം. അയ്യോ, ഇങ്ങനൊരു ഇത് അനുഭവം ആദ്യമായിട്ടാ. സീൻ നമുക്ക് പയ്യെ മൂവ് ചെയ്യാം ഗൈസ്. നോ ഐ കെയിം ബൈ ഓവർ ബ്രിഡ്ജ് നീച്ചെ. Okay, where are you from, bro? I am from Kerala. I am from Kerala. Kerala. ഗൈസ് ഞങ്ങളങ്ങനെ ഹരിയാനയിൽ കയറി എന്നാണ് പറയണത്. പക്ഷെ ഞാൻ ബോർഡൊന്നും കണ്ടില്ല. അപ്പം ഞാൻ വികാഷ് ഓക്കെ. ജിയോ പെട്രോൾ പമ്പ് സൂപ്പർവൈസർ. ഓക്കെ സൂപ്പർവൈസറാണ്. അപ്പോൾ ആളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു കേട്ടോ. സോ ഫസ്റ്റ് ടൈം ഇൻ ഹരിയാന സെ ഘർ മേ രുക്കേക. ആളുടെ വീട് എവിടെയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആളെന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വീട്ടിൽ വന്ന് കിടന്നോ. നോ ഐ എം ഫൈൻ ഇറ്റ്സ് ഓക്കെ. വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ 5 മിനിറ്റത്തെ പരിചയമുള്ളൂ കേട്ടോ. ജസ്റ്റ് പെട്രോൾ പമ്പിൽ കിടന്നോട്ടെ. അതാണ് പെട്രോൾ പമ്പിൽ കിടന്നോട്ടെ എന്ന് ചോദിച്ചു. അവിടെ കിടക്കണ്ട. I will understand English very well. Okay. You know, काफी टाइम हो गया इंग्लिश बोलने. Okay. So from okay. You are working here for how long? How long you work here? Just 3 months before. 3 months. Okay. Start this work. Okay. What you studied then?
study? BA from BA English literature. Oh, BA English literature. Then why petrol pump job? Because we are facing many problems, financial problems. We are facing Financial problem. Okay, fine. Okay, yeah. थोड़ा मालूम हिंदी. You know, little bit. Yes, I understand. Like you know English little bit. Haan. I know little bit Hindi. Like that. My English is very, very weak, bro. But I try to speak because हाँ. there are many people are speaking only Haryanvi language. ओके हरियाणी में दूसरा लैंग्वेज है कौन सा बोला हरियाणा में कौन सा लैंग्वेज हरियाणा लैंग्वेज हरियाणी कित गया था कितना आ रहा है कितना means where are you come from? Where are you coming from? Okay. No, fine. हाँ ठीक है अടിപൊളി ഇവിടെ कौन सा इंडिया versus न्यूजीलैंड ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് കളി കാണാൻ അടിപൊളി सदन सिंह ओके हम जॉय चैंपियंस ट्रॉफी चैंपियन ट्रॉफी ओके അങ്ങനെ ഫൈനലി ഹരിയാനയിലെ ഒരു ഗ്രാമക്കാഴ്ചകളിലേക്ക് സ്വാഗതം ഒരു ഗ്രാമത്തിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു ചെറിയൊരു ഗ്രാമം ഏരിയ റെസിഡൻഷ്യൽ ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അവിടെയൊക്കെ കുറേ ഇതുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിച്ചു നീട്ടുന്നില്ല ഇവിടെ ഞാൻ കിടന്നുറങ്ങാൻ പ്ലാൻ ചെയ്തു കേട്ടോ താഴെ 2 റൂമുണ്ട് 5-6 കട്ടിലും ഉണ്ട് ഞാൻ പറഞ്ഞു ഞാനിവിടെ കിടന്നോളാം ലൈക്ക് എനിക്ക് അങ്ങനെ പരിചയമില്ലാത്തവരുടെ റൂമിലൊന്നും പോയി കിടക്കാൻ ഇതില്ല കേട്ടോ വീടൊക്കെ ലൈക്ക് നമ്മുടേതായ ഒരു പ്രൈവസി നമുക്ക് വേണമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ടെൻ്റ് അടിച്ചോളാം ഞാൻ ടെൻറ്റിൽ കിടന്നോളാം അങ്ങനെ പറഞ്ഞു കേട്ടോ ഗൈസ് ഈ സാധനം ഗോതമ്പ് പൊടിയിൽ ഇട്ടിട്ടുള്ളൊരു സാധനം ഉണ്ടാകും നെയ്യും ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ ജാഗറിയും എല്ലാം കൂടി ഇട്ടിട്ടുള്ളൊരു സംഭവം ഉണ്ടാകും ചുറുമ എന്ന് പറയും കേട്ടോ ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലൻ സാധനം നമ്മുടെ രാജസ്ഥാനിൽ കുറവാണ് ഹരിയാനയിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ ഹരിയാന ബോർഡറിൽ ഒരു സുഹൃത്ത് ഉണ്ടാക്കി തന്നതാണ് ആളുടെ അമ്മ ചുറുമ അടിപൊളി ടേസ്റ്റ് എൻ്റെ രാത്രിയിലത്തെ ഖാന മുന്നേ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ റൂട്ട് പ്രകാരം ഹരിയാന എന്ന് പറഞ്ഞ സംസ്ഥാനത്തിൽ ഞാൻ ആകെ കൂടി സൈക്കിൾ ചവിട്ടുന്നത് 120 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ചെറിയൊരു ഭാഗത്തേക്കൂടെ മാത്രം ടച്ച് ചെയ്തിട്ടേ പോകുന്നുള്ളൂ ഇന്ന് കാലത്ത് എണീറ്റ് നമ്മുടെ ലക്ഷ്യസ്ഥാനം വരുന്നത് ഒരു ഗുരുദ്വാരയാണ് കേട്ടോ പഞ്ചാബ് ബോർഡർ കടന്ന് കിട്ടാവുന്ന ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഗുരുദ്വാരയിൽ നമ്മൾ എത്തിപ്പെടണം അതാണ് ഇന്നത്തെ ലക്ഷ്യം വരുന്നത് കേട്ടോ നമ്മുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഒതുക്കി അവരുടെ ആൾക്കാരോട് ആളുടെ അപ്പനോടും അമ്മയോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് തിരിക്കാൻ പോവാണ് കേട്ടോ നേരെ പഞ്ചാബ് ബോർഡർ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഗുരുദ്വാര ലക്ഷ്യമാക്കി പോവാണ് ജീര वो क्यों और नमक दूध का लस्सी अच्छा हम व्लॉग करेंगे ब्लॉग बना रहे हो हाँ व्लॉग वीडियो बना रहे हैं हाँ मैं समझ गया ब्लॉग बनाते हो नहीं एक और पियो आनंद आ जाएगा नहीं बस हमारा थोड़ा बस आप पी के देखिए आप पी के देखिए समझे बस अरे एक पियो अभी देखो मजा आ जाएगा इधर सोना पीना सब कुछ अच्छा है ठीक है ओके थैंक यू सो मच थैंक यू सो मच ഗൈസ് ഹരിയാന പോലീസ് കേട്ടോ ഹരിയാന പോലീസ് എന്ന് പറഞ്ഞിട്ട് ചെറിയ സ്റ്റോപ്പ് ഏരിയയും സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കണ്ടോ ഹരിയാന പോലീസ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ നമ്മുടെ ഇതൊന്നുമില്ല കേട്ടോ വെൽക്കം ടു ഹരിയാന ഇതൊന്നുമില്ല രാജസ്ഥാൻ ബോർഡർ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ താമസിച്ചത് 500 മീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞേ പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ് പോയതാണോന്ന് എനിക്കറിയില്ല കേട്ടോ ഇപ്പോൾ പറഞ്ഞാൽ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അതാണോന്ന് അറിയില്ല നമുക്ക് നോക്കി നോക്കാം
ഹരിയാനയിൽ ഇന്നലെ പറഞ്ഞില്ല ഞാൻ 120 കിലോമീറ്റർ മാക്സിമം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയേ നമ്മൾ സൈക്കിൾ ചവിട്ടണുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പഞ്ചാബിൽ കയറും. കിലോമീറ്റർ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ 120 കിലോമീറ്റർ ഇപ്പോൾ കുറഞ്ഞ് ലാസ്റ്റ് 30 കിലോമീറ്റർ ആയിട്ടാ. 2 ദിവസം എടുത്തു 120 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. 2 ദിവസം എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 68-70 അങ്ങനെയാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഹരിയാനയിൽ കയറിയിട്ട്, രണ്ടാമത്തെ ദിവസം. ഇനി ഇവിടെ നിന്ന് ഒരു 10-25-30 കിലോമീറ്റർ ഉള്ളൂ. ഇതൊരു ഷോർട്ട് കട്ടാണ്. ഹൈവേയിൽ നിന്ന് ഞാൻ മാറി ഒരു പ്രകൃതി രമണീയമായ പഞ്ചാബിൻ്റെ തനിമയോട് അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ, എൻ്റെ പൊന്ന് ഇത് ഞാൻ തന്നെയാണ് പറയണേ, അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള കാലാവസ്ഥയിലൂടെയും അതുപോലെ തന്നെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലൂടെയും യാത്ര ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ വഴി ഒരു സുഹൃത്ത് പറഞ്ഞൊരു സൈക്ലിസ്റ്റ് ഫ്രണ്ടിനെ കണ്ടു. കുറച്ച് റോഡ് പണി നടക്കുന്നുണ്ട്, പക്ഷേ ഇതാണ് നല്ലതെന്നാണ് പറഞ്ഞത്. മറ്റേത് ചുറ്റി വളഞ്ഞു പോകണം, ഹൈവേ ബൈപ്പാസ്. സോ ലാസ്റ്റ് ഡേ ഇൻ ഹരിയാന. ഹരിയാനയിൽ ഞാൻ പറയുന്നത് 120 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഹരിയാനയിലാകെ. തെളിനീര് വെള്ളം നോക്കിയേ, നല്ല തെളിനീര് വെള്ളം. ഞാനാണെങ്കിൽ കുളിച്ചിട്ട് 2-3 ദിവസമായി. എനിക്ക് കുളിക്കാനും തോന്നുന്നുണ്ട് ഇതിലിറങ്ങിയിട്ട്. പക്ഷെ അറിയാത്ത ഇങ്ങനത്തെ ജലാശയങ്ങളിൽ, ഇങ്ങനത്തെ തോട്ടിൽ, ഇതിലൊന്നും അക്വഡേറ്റിലൊന്നും ഇറങ്ങരുത്. എനിക്ക് ഭയങ്കര ഇത് തോന്നുന്നുണ്ട്. അവിടെ വഴി ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു ഉള്ളുവഴി കൂടി വരണേന്ന്. നാഷണൽ ഹൈവേ 52 അവിടെ അവൾ കിടന്ന് ചിലക്കുന്നുണ്ട്. നാഷണൽ ഹൈവേ 52 കട്ട് ചെയ്തിട്ട് ഷോർട്ടസ്റ്റ് വഴി കൂട്ടുകാരൻ പറഞ്ഞു തന്ന വഴി കൂടെ വരണേന്ന്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ഒരു വഴിയിൽ ചെന്ന് പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഉണ്ടായിട്ടുള്ളൊരു ഇതാണ് വെള്ളത്തിൻ്റെ സപ്ലൈ. എൻ്റെ പൊന്നെ അടിപൊളി കേട്ടോ. നല്ല തെളിനീര് വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിനീര് വെള്ളം. നമ്മുടെ പീച്ചി ഡാമിലൊന്നും, ഡാമിൻ്റെ സൈഡിലത്തെ അക്വഡേറ്റ് ഉണ്ടല്ലോ, അതിനേക്കാട്ടും തെളിനീര് വെള്ളം. സ്വിമ്മിങ് പൂളിലത്തെ തെളിനീര് വെള്ളം. എൻ്റെ ദൈവമേ അടിപൊളി, നല്ല രസമുണ്ട്. ഞാനപ്പോൾ ഇങ്ങനത്തെ ഒരു വഴി കൂടെ ഇറങ്ങി പോകട്ടെ. എനിക്ക് താഴ്ഭാഗം കാണാം. ഈ ജലാശയത്തിലത്തെ ഇതിൻ്റെ താഴ്ഭാഗം വരെ എനിക്ക് കാണാം കേട്ടോ. അത്രയ്ക്ക് നല്ല തെളിനീര് വെള്ളം. ചൂലും കൊണ്ടുപോകണ്ടല്ലോ. ഇതാ പാലവിടെ പൊളിഞ്ഞു കിടങ്ങണ കാരണമാണ് നമ്മൾ ഈ വഴി പിടിച്ചത്. പഞ്ചാബ് ഇത് ബോർഡർ സിറ്റി ഏരിയ ആണ് കേട്ടോ. ബോർഡറിൻ്റെ അവിടുത്തെ ഒരു ഏരിയ ആണിത്. അടിപൊളി, കൊള്ളാം ഗൈസ്, നല്ല രസമുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ 2 ദിവസമായിട്ട് ഞാൻ കുളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ വെറ്റ് വൈപ്സ് ആണ് ഞാൻ യൂസ് ചെയ്യാറ്. ആ വെറ്റ് വൈപ്സ് തീർന്നിട്ട് ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ എൻ്റെ ബോർഡ് കണ്ടിട്ട് ആൾ കാശ് കൊടുത്തിട്ട് അക്കൗണ്ടൻ്റ് ആണ് കേട്ടോ. ആൾ അക്കൗണ്ടൻ്റ് ആണ്. എനിക്കിതേ കുപ്പി വെള്ളം ഭയ ഹായ് പോലോ മേരാ യൂട്യൂബ് ഹായ്. आपका नाम ത്രിശന്ത് പയ്യ. ആളുടെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇതൊന്നും കൊണ്ടുപോകാൻ എനിക്ക് വയ്യ, കുറേ സാധനങ്ങളുണ്ട്, കുറേ യാത്ര ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ അവർ സാധനങ്ങൾ പാക്ക് ചെയ്തിട്ട് എനിക്ക് തരാണ് കേട്ടോ. ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല. ഞാൻ കാശ്മീർ പോവാണെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ ബോർഡ് കണ്ട് അവർക്ക് എൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് മനസ്സിലായിട്ട്. പക്ഷെ എൻ്റെ ദൈവമേ, ഈ സാധനങ്ങൾ ഫുള്ള് എനിക്കറിയില്ല. ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല അവരുടെ അടുത്ത്. താങ്ക് യു ഭയ്യ, ആപ്കാ താങ്ക് യു. ഇത്രയും സാധനങ്ങൾ ഞാൻ എങ്ങനെ കൊണ്ടുപോകുന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ പൊന്ന്, താങ്ക് യു. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് ഹെൽപ്പ്. എൻ്റെ പൊന്നെ, ഇത് ഭയങ്കരമായി പോയിട്ടാ ഗൈസ്. ഇവരെല്ലാവരും കൂടി സ്നേഹിച്ച് കൊല്ലാണ് കേട്ടോ. 4 ലിറ്ററിൻ്റെ 7-അപ്പും 4 ലിറ്ററിൻ്റെ മറ്റേ ആപ്പിൾ ഫിഷാണ് അവർ കൊണ്ടുവച്ചിരിക്കുന്നത്. പിന്നെ കുറേ ചിപ്സ് ഞാൻ കഴിക്കാം, പക്ഷേ
ആ സാധനം എങ്ങനെ കഴിക്കുന്നു എനിക്കൊരു കുടിച്ചു തീർക്കുന്നില്ല കേട്ടോ. ആർക്കെങ്കിലും കൊടുക്കാം. ഇത് പഞ്ചാബ് പോലീസിൻ്റെ ഇവിടുത്തെ ചെക്ക് പോസ്റ്റാണ് കേട്ടോ. ഒഫീഷ്യലി പഞ്ചാബ് പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ്. നേരത്തെ ഒരു സാധനം കണ്ടില്ലേ, അത് ഹരിയാന പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് ആയിരുന്നു. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് പഞ്ചാബ് പോലീസാണ്. കാരണം ഈ സെയിം പഞ്ചാബ് പോലീസ് ഈ മഞ്ഞ സാധനം കുറച്ച് മുന്നുണ്ടായിരുന്നു, അതിലെഴുതി നോക്കുന്നത് ഹരിയാന പോലീസ് എന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒഫീഷ്യലി പഞ്ചാബിൽ കയറി കേട്ടോ. എനിക്ക് ഇവിടെ നിന്ന് കാട്ടണത് 120 കിലോമീറ്ററാണ് നമ്മുടെ ലുധിയാന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. കേരളത്തിലത്തെ അല്ല, ഇന്ത്യയിലത്തെ സൈക്കിൾ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഇന്ത്യയിലേക്കുള്ള ഫുള്ള് ഇതുകളും. Then say hi to my vlog. Guys, Punjab. You are from? I am from Pune, Punjab. Pune. Okay. Yes. മൂനക്ക്, ഈ പറഞ്ഞ മൂനക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാളെ കിട്ടിയിട്ടുണ്ട്. ആൾക്ക് സൈക്കിളിന്റെ ഹോൾസെയിൽ ബിസിനസ് ആണ്. ആപ്കാ ബ്രദർ? Yeah. Your brother have wholesale cycle business. Yes. അപ്പോൾ ഞാനിങ്ങനെ സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ കണ്ടതാണ് കേട്ടോ. ആ ഗുരുദ്വാര. ഓക്കെ, ഫൈൻ. Let's wait here and change the dress. Yeah, sure. Okay. You have to wear pants. Okay. എനിക്ക് പാൻറ് ഇടണം കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഗുരുദ്വാരയിലാണ് ഇന്ന് താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്നും 100 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലെത്തും കേട്ടോ. ഞാൻ പുഷ്കറിൽ വെച്ച് പരിചയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിലെത്തും. അപ്പോൾ ഇന്നിപ്പോൾ 100 കിലോമീറ്റർ ഒന്നും ചവിട്ടണ്ടെന്ന് വിചാരിച്ചു. 70 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തണം കേട്ടോ. റൈഡ് 70 അല്ല, ഞാൻ പറഞ്ഞുതരാം. ഞാനൊന്ന് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ചാക്ക് അൺബോക്സ് ചെയ്യണം. അതുപോലെ തന്നെ പാൻറ് ഇട്ടിട്ട് നമുക്ക് നിൽക്കാം കേട്ടോ. ഇവിടെ ഗുരുദ്വാരയിലാണ് താമസിക്കാൻ പോണത്. ഞാനേ പാൻറ് മാറി, പാൻറ് ഇട്ടു. ഈ ജ്യൂസ് ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാന്ന് വിചാരിച്ചു. ഓക്കെ, ഷെയർ പൂരാ ഫ്രണ്ട്സ്. ഓക്കെ, फ्रेंड्स को शेयर करो. ओके, हैप्पी. ओके, फ्रेंड को जस्ट टेल देम लाइक शेयर विथ योर फ्रेंड्स. सारे इकट्ठे मिक्स रल के पी लियो, सारे इकट्ठे, ठीक है ना? पियो बस, इकट्ठे पी लो सारे इकट्ठे, ठीक है? शेयर करनी है रल मिल के. ओके, पिള്ളേർക്ക് ഹാപ്പി. मतलब सभी मिल के पीना बस. ओके. Okay. अंकल वाले हैं ड्रिंक करें. So can you go inside? Yeah, sure. ഓക്കെ, സൈക്കിൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഗുരുദ്വാരയുടെ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഇതാണ്. ഓക്കെ, സോ ഐ ക്യാൻ ടെന്റ് ഓർ where I can stay night? Firstly, you have to eat something. You want to eat? No, I already had food. Yeah, okay. You have to on this side, langar. Okay. This side. Okay. Remove your shoes. Okay. And first eat your food. Okay. Langar. Okay, langar. I can wear socks? Sure. Okay, socks is fine. Just remove the shoes. That's it. Okay. Anything else? Nothing. Okay. I have to keep my head covered always. Yeah, always. You have to wear. Okay. Head covered. Okay, fine. ഗൈസ്, ഇതാണ് ഇവരുടെ ലങ്കർ എന്നാണ് പറയുക കേട്ടോ. എല്ലാവർക്കും ഇവിടെ സ്വാഗതമാണ്. ഇങ്ങനെ ഇന്ന മതക്കാർ അങ്ങനെയൊന്നുമില്ല. ചെറിയൊരു സ്ഥലം, ഒരു ഇതിട്ടാ നമ്മുടെ കൊപ്രകളൊക്കെ പോലെ, നമ്മുടെ നാട്ടിലത്തെ കൊപ്രകളല്ലേ. ബൈറ്റ് ഓക്കെ, ടീക്ക്. നമ്മുടെ നാട്ടിലത്തൊക്കെ കൊപ്രകളം പോലെ. തോടാകുന്നു. ഓക്കെ, നമ്മുടെ നാട്ടിലത്തെ കൊപ്രകളൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു സ്ഥലം കേട്ടോ. ഒരു ഗോഡൗൺ, അങ്ങനെ ഒരു സംഭവം. കൊള്ളാം. ഇന്ന് രാത്രി ഇവിടെ കൂടണേ ഗൈസ്. അങ്ങനെ സംസാരിച്ച് സമയം 5 മണിയായി. ഇതാണ് ഇവരുടെ റൂം കേട്ടോ, ഗുരുദ്വാരയിലത്തെ റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യില്ല കേട്ടോ ഇവിടെ അങ്ങനെ ഒരു വലിയൊരു ഹാള് മാത്രമേ ഉള്ളൂ. ഞാൻ സംസാരിച്ച് വഴുക്കിയെടുത്ത് അങ്ങനെ എനിക്ക് റൂമും കാര്യങ്ങളൊക്കെ തന്നതാണ് കേട്ടോ. ബെഡ് ഒരാൾക്കുള്ളത്, 2 ആൾക്കുള്ളത്. ഇന്ന് രാത്രി ഇപ്പം ഇതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ അവസ്ഥ. അപ്പോൾ ഈ റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഊരി വെച്ച് നമുക്കിത് അൺബോക്സ് ചെയ്യാം കേട്ടോ.
वीडियो बनाएगा देखिएगा वो व्लॉग में हाई बोलो यस कम ओके ഒരു രക്ഷയില്ല ആള് ആ റൂമിലാണ് താമസിക്കാനായിട്ട്. അപ്പോൾ ആൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. ഇതങ്ങോട്ട് പൂട്ടിയിടാൻ കഴിച്ചു. എൻ്റെ പൊന്നെ, ഇവിടെ വരുമ്പോൾ തലയിൽ മുടി എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് മറയ്ക്കണം കേട്ടോ. അങ്ങനൊരു ഇതുണ്ട് ഇവിടെ. സോ ഇതാണ് നമുക്ക് പഞ്ചാബിൽ കയറിയപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ഇതെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ചാക്ക് 10 കിലോൻ്റെ ചാക്ക്. ഇത് എന്തിട്ടായിരുന്നു? കോംബോ പാക്ക് കേട്ടോ. കോംബോ പാക്കാണ്. ഈ കോംബോ പാക്കിൽ കട്ട മീട്ട ബിക്കനീർ ഭുജിയ, പിന്നെ ഇതെന്നില്ല, ഇത് നവരട്ടാൻ മിക്സ്ചർ, ആലു ഭുജിയ, ചന ദാൽ. എനിക്കറിയില്ല കേട്ടോ അവർ ഇതൊക്കെ തന്നു വിട്ടത്. പിന്നെ ഒരെണ്ണം ഞാൻ പറഞ്ഞില്ലേ, സ്പ്രൈറ്റ് ഉണ്ടായിരുന്നു ഒരെണ്ണം, അത് ഞാൻ കൊടുത്തു. ഇത് ആപ്പിളിൻ്റെ ജ്യൂസ് ഇതെൻ്റെ സാധനമാണ് കേട്ടോ. പിന്നെ ഇതാ ഇത് കുറച്ച് ഞാൻ അവിടെ നിന്ന് വാങ്ങിയ ബിസ്ക്കറ്റും സാധനങ്ങളും, വെറ്റ് വൈപ്സും പിന്നെ മാഗിയുടെ സാധനങ്ങളും. സോ ഇതൊക്കെയാണ് സാധനങ്ങൾ കിട്ടിയത് കേട്ടോ. ഒരു കുപ്പി ഞാനൊരു സുഹൃത്തിന് ഇവിടുത്തെ പിള്ളേരുകൾക്ക് കൊടുത്തു. നിങ്ങൾ നേരത്തെ കണ്ടു കാണും. സോ ഇവിടെയാണ് റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. സൈക്കിളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഗുരുദ്വാരയിലത്തെ ഒരു റൂം. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സ്റ്റേ ട്യൂൺ. നമ്മളത് ടെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അടിച്ചത്. ഫുള്ള് അലങ്കോലമായി. ഒരു റൂം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഞാനൊന്ന് അടക്കിപ്പറക്കി ലൈക്ക് എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കും കേട്ടോ ഞാൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് 100 കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുഷ്കറിലുണ്ടായിരുന്നില്ലേ, പുഷ്കർ ഹോസ്റ്റലിലുണ്ടായിരുന്ന ഒരു രംഗി റൈഡർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. എൻ്റെ പഞ്ചാബിയാണ്, പഞ്ചാബി അപ്പൂപ്പൻ എന്ന് ഞാൻ വിളിക്കാം കേട്ടോ. പഞ്ചാബി അപ്പൂപ്പനെ കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ നിന്ന് ഏകദേശം 100 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത്. സോ നേരെ ആളുടെ അടുത്തേക്ക് പോയിട്ട് കുറച്ച് സ്പെഷ്യൽ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. നാളെ 6 മണിക്ക് കാണാം. ടിൽ ദെൻ ബൈ.